KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. കല്ലാംകുഴി ഇരട്ട കൊലപാതകം, ഹരിത ഫാസിസത്തിന്റെ ഉന്മൂലന പദ്ധതി, കൊലപാതകത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചോതുന്ന OM തരുവണയുടെ സിറാജ് ലേഖനത്തിന്റെ ശബ്ദാവിഷ്കാരം ഇന്ന് KMIC ന്യൂസിൽ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കെതിരെ വ്യാജവാർത്ത, ചേളാരി പത്രത്തിനെതിരെ നിയമ നടപടി. നിയമസഭാ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളിൽ 202 കോടിപതികൾ, 311 ക്രിമിനലുകൾ. സൊമാലിയ പരാമർശം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. നരേന്ദ്രമോദിയുടെ സൊമാലിയ പരാമർശം, BJPക്ക് വോട്ട് ചെയ്യരുതെന്ന് ശിവസേന. തനിക്കെതിരായ വ്യാജ ആരോപണങ്ങളിൽ നിന്നും VS-നെ വിലക്കണമെന്ന ഉമ്മൻചാണ്ടിയുടെ ഹർജി കോടതി തള്ളി. VS-നെതിരായ കേസിൽ ഒരു ക്ഷീണവും സംഭവിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. വാർത്തകൾ വിശദമായി. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കെതിരെ അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ച സുപ്രഭാതം ദിനപത്രത്തിനെതിരെ കാന്തപുരത്തിന്റെ ഓഫീസ് നിയമ നടപടിക്ക്. ഇക്കഴിഞ്ഞ മെയ് 9-നാണ് കാന്തപുരത്തെ വ്യക്തിപരമായി അപകീർത്തിപ്പെടുത്തുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന രീതിയിൽ പത്രം വാർത്ത നൽകിയത്. പത്രത്തിന്റെ പബ്ലിഷർ കോട്ടുമല മുഹമ്മദ് ബാപ്പു മുസ്ലിയാർ, മാനേജിംഗ് എഡിറ്റർ നവാസ് പൂനൂർ, എക്സിക്യൂട്ടീവ് എഡിറ്റർ A സജീവൻ, പാലക്കാട് റിപ്പോർട്ടർ ഫൈസൽ എന്നിവർക്കെതിരെയാണ് കാന്തപുരത്തിന്റെ പേഴ്സണൽ സെക്രട്ടറി അക്ബർ ബാദ്ഷാ സഖാഫി, പ്രമുഖ അഭിഭാഷകരായ അഡ്വക്കേറ്റ് TK ഹസൻ, അഡ്വക്കേറ്റ് M മുഹമ്മദ് ഷുഐബ് എന്നിവർ മുഖേന വക്കീൽ നോട്ടീസ് അയച്ചത്. വാർത്ത തിരുത്തി ക്ഷമാപണം നടത്താത്ത പക്ഷം സിവിൽ ക്രിമിനൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് അക്ബർ ബാദ്ഷാ സഖാഫി അറിയിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എടുത്ത നിലപാടാണ് നിരന്തരം വ്യാജവാർത്തകൾക്കായി ചേളാരി വിഭാഗത്തെ പ്രേരിപ്പിക്കുന്നത്. കാന്തപുരം BJP രഹസ്യധാരണ പുറത്തായി എന്ന തലക്കെട്ടിൽ ഇന്നും ചേളാരി പത്രം വ്യാജവാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിനെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൊമാലിയൻ പരാമർശത്തിൽ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. മോദിയുടെ പരാമർശം പെരുമാറ്റച്ചട്ട ലംഘനമായി പ്രഖ്യാപിക്കണം. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തുനിന്ന് മോദിയെ വിലക്കണമെന്നും പരാതിയിൽ പറയുന്നു. AICC നേതൃത്വം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് ഇന്ന് വൈകിട്ടാണ് പരാതി നൽകിയത്. സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി അഹമ്മദ് പട്ടേൽ, മുതിർന്ന നേതാവ് മോത്തിലാൽ ലോവോറ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതാക്കളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. How can the Prime Minister of the country mislead people for cheap political gain during an election campaign by trotting out such false facts, creating a non-level playing field? People tend to believe a Prime Minister more than ordinary people. കേരളത്തെ സൊമാലിയോട് ഉപമിച്ച് അധിക്ഷേപിച്ച BJPക്ക് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യരുതെന്ന് ശിവസേന കേരള രാജ്യപ്രമുഖ് MS ഭുവനചന്ദ്രൻ പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ പരിപാലന രംഗത്തും മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തെ സൊമാലിയ എന്ന് വിശേഷിപ്പിച്ച നരേന്ദ്രമോദിയുടെ നടപടി ഹീനവും അപലപനീയവുമാണെന്നും ഈ കാരണത്താൽ മാത്രം BJPയെ തിരഞ്ഞെടുപ്പിൽ ബഹിഷ്കരിക്കാൻ പാർട്ടി ദേശീയ അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ നിർദ്ദേശിച്ചിരിക്കുന്നതായി ഭുവനചന്ദ്രൻ പറഞ്ഞു. അധികാര രാഷ്ട്രീയം ഉപയോഗിച്ച് BJP പ്രതിയോഗികളെ വകവരുത്താൻ ശ്രമിക്കുകയാണ്. ഇത് അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തനിക്കെതിരായ വ്യാജ ആരോപണങ്ങളിൽ നിന്നും പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനെ വിലക്കണമെന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഹർജി തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ കോടതി തള്ളി. ആരോപണങ്ങൾ തെളിവെടുക്കുന്ന സമയത്ത് പരിശോധിക്കാം. VS-നെ വിലക്കണമെന്ന ആവശ്യം മുഖ്യ ഹർജിയിൽ രേഖപ്പെടുത്തിയിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. VS-നെ വിലക്കുന്നത് അവകാശങ്ങൾക്കുമേലുള്ള കടന്നുകയറ്റമാവും. മാനനഷ്ട കേസ് നിലനിൽക്കുമോയെന്ന് ഇപ്പോൾ പറയുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനെതിരായ കേസിൽ ഒരു ക്ഷീണവും സംഭവിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. VS തനിക്കെതിരെ നടത്തുന്ന അപകീർത്തികരമായ പ്രസ്താവനകൾ വിലക്കണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഉപഹർജി കോടതി തള്ളിയ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കോടതിയിൽ കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. VS പറഞ്ഞ കാര്യങ്ങൾ VS-ന്റെ അഭിഭാഷകൻ തന്നെ കോടതിയിൽ നിഷേധിച്ചുവെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. എന്നാൽ വിധിയെ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സ്വാഗതം ചെയ്തു. കോടതി വിധി സംസ്ഥാന സർക്കാരിനേറ്റ രാഷ്ട്രീയ തിരിച്ചടിയാണെന്നും യെച്ചൂരി പറഞ്ഞു. തിരുവനന്തപുരം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയുടെ അവധിക്കാല ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. അതേസമയം 31 കേസുകൾ ഉണ്ടെന്ന VS-ന്റെ ആരോപണത്തിനെതിരെ മുഖ്യമന്ത്രി സമർപ്പിച്ച മാനനഷ്ട ഹർജി ജില്ലാ കോടതി വിചാരണ കോടതിക്ക് വിട്ടിരുന്നു. ഇരു കക്ഷികൾക്കും വിചാരണ കോടതിയിൽ തെളിവുകൾ സമർപ്പിക്കാമെന്നും ജില്ലാ കോടതി ഉത്തരവിട്ടു.
നിയമസഭാ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളിൽ 202 കോടിപതികൾ, 311 ക്രിമിനലുകൾ, ശരാശരി ആസ്തിയിൽ BDJS സ്ഥാനാർത്ഥികൾ മുന്നിലാണ്. വിശദാംശങ്ങൾ കരീം ഏലംകുളം നൽകുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരിൽ 202 കോടിപതികൾ, 311 പേർ ക്രിമിനൽ കേസ് പ്രതികളാണെന്നും അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിന്റെ സർവേയിൽ പറയുന്നു. ആകെയുള്ള 1203 സ്ഥാനാർത്ഥികളിൽ 1125 പേർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർവേ നടത്തിയത്. കോൺഗ്രസ് 43, CPM 24, BJP 18, BJDS 18, AIADMK 2, IUML 17, കേരള കോൺഗ്രസ് 9 എന്നിവരെ കൂടാതെ 30 സ്വതന്ത്രരും 1 കോടിയും കൂടുതലും ആസ്തിയുള്ളവരാണ്. സ്ഥാനാർത്ഥികളുടെ ശരാശരി ആസ്തി 1.28 കോടിയാണ്. ഏറ്റവും കൂടിയ ആസ്തിയുള്ള 3-2 പേർ AIADMK സ്ഥാനാർത്ഥികളാണ് എന്നതാണ് മറ്റൊരു കൗതുകം. തിരുവനന്തപുരത്തെ AIADMK സ്ഥാനാർത്ഥി ബിജു രമേശിന് 188 കോടി രൂപയുടെയും പീരുമേട്ടിലെ സ്ഥാനാർത്ഥി C അബ്ദുൽ ഖാദറിന് 54 കോടിയുടെയും ആസ്തിയാണുള്ളത്. 7 AIADMK സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. ഇവരുടെ ശരാശരി ആസ്തി 35.14 കോടി രൂപയാണ്. സംസ്ഥാനത്തെ രണ്ടാമത്തെ കോടീശ്വര സ്ഥാനാർത്ഥി കുട്ടനാട്ടിലെ തോമസ് ചാണ്ടിക്ക് 92 കോടി രൂപയുടെ ആസ്തിയുണ്ട്. സ്ഥാനാർത്ഥികളുടെ ശരാശരി ആസ്തിയുടെ കാര്യത്തിൽ BDJS സ്ഥാനാർത്ഥികൾ കോൺഗ്രസ് CPM സ്ഥാനാർത്ഥികളെക്കാൾ മുന്നിലാണ്. 36 BDJS സ്ഥാനാർത്ഥികളുടെ ശരാശരി ആസ്തി 3.19 കോടിയാണ്. 85 കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ശരാശരി 1.83 കോടിയും 84 CPM സ്ഥാനാർത്ഥികൾക്ക് ശരാശരി 1.51 കോടിയും 97 BJP സ്ഥാനാർത്ഥികൾക്ക് 1.03 കോടിയും ആസ്തിയുണ്ട്. 7 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് ആസ്തിയില്ല. CPM 72, BJP 42, കോൺഗ്രസ് 37, BJDS 13, CPI 15, IUML 6, STPI 25, സ്വതന്ത്രർ 43 എന്നിങ്ങനെയാണ് ക്രിമിനൽ കേസിൽപ്പെട്ട സ്ഥാനാർത്ഥികളുടെ എണ്ണം. KMIC ന്യൂസിന് വേണ്ടി കരീം ഏലംകുളം. ഇടവേളയ്ക്ക് ശേഷം കല്ലാംകുഴി ഇരട്ടക്കൊല ഹരിത ഫാസിസത്തിന്റെ ഉന്മൂലന പദ്ധതി OM തരിവണയുടെ സിറാജ് ലേഖനത്തിന്റെ ശബ്ദാവിഷ്കാരം. സമരഭൂമികൾ ജയിച്ചടക്കാൻ നാം ഉയർത്തിയ മുദ്രാവാക്യം നന്മ കൊതിക്കും ധീരയുവത്വം ഏറ്റെടുത്തൊരു സമവാക്യം. സമരഭൂമികൾ ജയിച്ചടക്കാൻ നാം ഉയർത്തിയ മുദ്രാവാക്യം നന്മ കൊതിക്കും ധീരയുവത്വം ഏറ്റെടുത്തൊരു സമവാക്യം. ധാർമ്മിക വിപ്ലവം, ധാർമ്മിക വിപ്ലവം. ചോര വീഴ്ത്തും ആയുധമല്ല വിപ്ലവത്തിൻ ജയശക്തി. നാട്ടിൽ ഭീതി വിതയ്ക്കാനല്ല നാം ഒരുക്കിയ സമരവഴി. ചോര വീഴ്ത്തും ആയുധമല്ല വിപ്ലവത്തിൻ ജയശക്തി. നാട്ടിൽ ഭീതി വിതയ്ക്കാനല്ല നാം ഒരുക്കിയ സമരവഴി. തോൽക്കും പോർവീഥികളിൽ നാക്കുകൾ വിജയം കൊയ്യും. വീര്യമുള്ളൊരു വാക്കിന് മുമ്പിൽ വൻമതിലുകൾ വീണുടയും. തോൽക്കും പോർവീഥികളിൽ നാക്കുകൾ വിജയം കൊയ്യും. വീര്യമുള്ളൊരു വാക്കിന് മുമ്പിൽ വൻമതിലുകൾ വീണുടയും. ധാർമ്മിക വിപ്ലവം, ധാർമ്മിക വിപ്ലവം. സമരഭൂമികൾ ജയിച്ചടക്കാൻ നാം ഉയർത്തിയ മുദ്രാവാക്യം നന്മ കൊതിക്കും ധീരയുവത്വം ഏറ്റെടുത്തൊരു സമവാക്യം. ആധിപത്യമാണ് ഫാസിസത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. ഉന്മൂലനമാണ് അതിനുവേണ്ടി സ്വീകരിക്കുന്ന അവസാനത്തെ ആയുധം. ഇതിന് രണ്ടിനുമിടയിൽ പല കളികളും ഫാസിസം കളിക്കും. അജണ്ടകൾ നിശ്ചയിക്കുകയാണ് ആദ്യം ചെയ്യുക. മാർഗത്തെക്കുറിച്ച് അവർക്ക് യാതൊരു ആശങ്കയുമില്ല. ലക്ഷ്യത്തിലെത്താൻ ഏതു മാർഗവും സ്വീകരിക്കും. ചിലപ്പോൾ മതവും ആത്മീയതയും ഉപയോഗപ്പെടുത്തും. സ്നേഹം, ദയ, കാരുണ്യം, സേവനം തുടങ്ങിയതാകും മറ്റു ചിലപ്പോൾ അവലംബിക്കുക. അപൂർവമായെങ്കിലും താഴുകയും കേഴുകയും ചെയ്തെന്നിരിക്കും. കാര്യങ്ങൾ വഴിക്കു വരുന്നില്ലെന്ന് കണ്ടാൽ കൊള്ളയോ കൂട്ടക്കൊലയോ കലാപമോ തുടങ്ങി ഏത് കൊടിയ ഭീകരമാർഗവും സ്വീകരിക്കും. നീതി, ന്യായം, സഭ്യത, മാന്യത, മാനവികത ഇതൊന്നും ഫാസിസത്തിന്റെ വഴികളിൽ പരിഗണനാ വിഷയങ്ങളെയല്ല. 2 ലോകമഹായുദ്ധങ്ങൾക്ക് വഴിമരുന്നിട്ട നാസിസത്തിന്റെ ചരിത്രവഴികൾ പരിശോധിച്ചാൽ ഈ രീതികളൊക്കെ കാണാൻ കഴിയും. ആധുനിക സാമ്രാജ്യത്വത്തിനു ഫാസിസത്തിന്റെ രീതികളോട് സമാനതകൾ കാണാനുണ്ട്. ഫാസിസത്തിന് നിറഭേദങ്ങളൊന്നുമില്ല. രാജ്യത്ത് നാം അതിനെ കാണുന്നത് കാവി നിറത്തിലാണ്. കലാപങ്ങളും കൂട്ടക്കൊലകളും നടത്തിയാണ് ഇന്ത്യൻ ഫാസിസം അധികാരത്തിലെത്തിയത്.
അധികാരലബ്ധിക്കു വേണ്ടി ആവശ്യമുള്ളിടത്ത് ആവശ്യം പോലെ ഭീകരതയുടെ മുഖമാണ് അവർ പുറത്തെടുക്കുന്നത്. ഇതിലൂടെ അനുകൂല ഘടകങ്ങളെ ജ്വലിപ്പിച്ചു നിർത്താം, പ്രതികൂല ഘടകങ്ങളെ ഭീഷണിപ്പെടുത്തി വഴിക്ക് വരുത്താം. 2 സഹോദരങ്ങൾ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട മണ്ണാർക്കാട്ടെ കല്ലാംകുഴി പ്രദേശത്ത് കഴിഞ്ഞയാഴ്ച ഒരു പകൽ മുഴുവൻ ചെലവഴിച്ചു. മതഭേദമില്ലാതെ നിരവധി പേരുമായി സംസാരിച്ചു. പരീക്ഷിച്ചു തുടങ്ങിയ പുതിയൊരു ഫാസിസ്റ്റ് രീതിയുടെ കാൽപെരുമാറ്റമാണ് അവിടെ കേട്ടത്. കാവിക്ക് പകരം നിറം പച്ചയാണ് എന്ന വ്യത്യാസമേയുള്ളൂ. മുസ്ലിം സമുദായം ഈ ആപത് സൂചനയെ ചെറുതായി കാണരുത്. കല്ലാംകുഴി പള്ളത്ത് വീട്ടിൽ കുഞ്ഞുഹംസ, നൂറുദ്ദീൻ എന്നിവർ 2013 നവംബർ 20 ഭീകരമായി വെട്ടുനുറുക്കി കൊല്ലപ്പെട്ടു. കേസിലെ പ്രതികളെല്ലാം മുസ്ലിം ലീഗിന്റെയും പോഷക സംഘടനകളിലെയും അംഗങ്ങളാണ്. പാർട്ടി ഭാരവാഹിത്വം വഹിക്കുന്ന നേതാക്കളും പ്രതിപട്ടികയിലുണ്ട്. കൊലയിലേക്ക് നയിച്ച സാഹചര്യങ്ങളും കൃത്യം നടപ്പാക്കിയ രീതിയുമാണ് ആപത് ശങ്ക ഉണർത്തുന്നത്. ഒരു കുടുംബത്തിലെ പുരുഷന്മാരെ കൂട്ടത്തോടെ ഇല്ലാതാക്കാനായിരുന്നു ലക്ഷ്യമിട്ടത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് മൂത്തയാൾ രക്ഷപ്പെട്ടത്. ഇതിനു മുമ്പ് 1998 ഇത്തരത്തിൽ ഒരു ഉന്മൂലന ശ്രമം പാളിപ്പോയതാണ്. പള്ളത്ത് തറവാട്ടിലേക്ക് തിരിയുന്ന റോഡിൽ ബോംബ് സ്ഥാപിക്കുകയായിരുന്നു. സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ബോംബ് നേരത്തെ പൊട്ടിയത് കാരണം കുടുംബം സഞ്ചരിച്ച ജീപ്പും അതിലുള്ളവരും അന്ന് പരുക്കുകളോടെ രക്ഷപ്പെട്ടു. ആധിപത്യമാണ് കല്ലാംകുഴിയിലെ അടിസ്ഥാന പ്രശ്നം. പാരമ്പര്യമായി തന്നെ ഈ പ്രദേശത്ത് പള്ളത്ത് വീട്ടുകാർക്ക് വലിയ സ്വാധീനമുണ്ട്. വലിയ അളവിൽ ഭൂസ്വത്തും ബിസിനസ്സും സാമ്പത്തിക സ്ഥിതിയും ഉള്ളതിനൊപ്പം മറ്റുള്ളവർക്ക് വേണ്ടി അത് ചെലവഴിക്കുന്നതിനുള്ള സന്നദ്ധതയും സൗമനസ്യവും ഈ കുടുംബത്തിനുണ്ടായിരുന്നു. പ്രദേശവാസികളാകട്ടെ ഭൂരിപക്ഷവും ദരിദ്രരും കൂലിവേല ചെയ്ത് ഉപജീവനം കഴിക്കുന്നവരുമാണ്. നാട്ടുകാർ പലതരം ആവശ്യങ്ങൾക്കും തങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നതിനും ജാതിമത ഭേദമില്ലാതെ ഈ കുടുംബത്തെയാണ് ആശ്രയിച്ചിരുന്നത്. എന്റെ ജീവിതത്തിലെ ഒരു വഴിമുട്ടിയ സന്ദർഭം, അതായത് ജീവിക്കണോ മരിക്കണോ എന്നുള്ളൊരു സന്ദർഭത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഹംസാക്ക എന്ന് പറഞ്ഞ വ്യക്തിയാണ് എന്റെ ജീവിതത്തിൽ എന്നെ കൈപിടിച്ച് ഉയർത്തിയിട്ട് ഈ നിലയിൽ എത്തിച്ചത്. അവർ തന്നൊരു ധൈര്യം, അവരുടെ ഒരു കാഴ്ചപ്പാടാണ് ഞാനിപ്പോൾ ഇന്ന് ഇവിടെ ഇരിക്കാൻ കാരണം. ആ ഒരു നന്ദി എന്റെ മരണം വരെ, സാമാന്യ ബുദ്ധി നഷ്ടപ്പെടുന്ന വരെ ആ ഒരു നന്ദി ഹംസാക്ക അടുത്തുണ്ടാവും. ഇനി അതേപോലത്തെ ഒരാൾക്കാര് നമ്മളെ ഈ നാട്ടിലോ വേറെ പ്രദേശത്തോ ഇല്ല. ആരെന്ത് കാര്യങ്ങളും പോയി പറഞ്ഞാലും അത് അവരുടേതായ കൂടി ഒരു പ്രശ്നമെന്ന രീതിയിൽ എടുത്ത് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഹംസാക്ക. ആ ഒരു ഞങ്ങളെപ്പോലുള്ള കുറേ പേരുടെ ആശ്രയങ്ങളാണ് ഇവര് ഇല്ലാതാക്കിയിട്ടുള്ളത്. അവര് എൻ്റെ മകന് വയ്യാതെ ഉണ്ടായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു. 2 കിഡ്നി നഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ 100 പോക്കുവരവിനും ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പം മരിച്ചിട്ട് ശവമടക്കം കൊണ്ടുവരാനും വീട് വാടക കൊടുക്കാനും പാത്രങ്ങൾ കൊണ്ടുവരാനും മരണ സർട്ടിഫിക്കറ്റ് വാങ്ങിത്തരാനും എല്ലാത്തിനും മുമ്പിലും പിന്നിലും ഉണ്ടായിരുന്നു. ഒരുപാട് പൈസ അല്ല, ലക്ഷങ്ങളുടെ മേലെ. അങ്ങനെ ആ വീട്ടുമുറ്റത്ത് ചെല്ലാത്തവരോ ഒരു നേരത്തെ ആഹാരമെങ്കിലും കഴിക്കാത്തവരോ അവരിൽ നിന്ന് സാമ്പത്തിക സഹായം സ്വീകരിക്കാത്തവരോ നാട്ടിൽ വിരളമാണ്. അയൽ പ്രദേശങ്ങളിൽ നിന്ന് പോലും പലതരം ആവശ്യങ്ങൾക്ക് പള്ളത്ത് വീട്ടിൽ ആളുകൾ വന്നിരുന്നു. ക്രമേണ മുസ്ലിം ലീഗ് പാർട്ടിക്ക് നാട്ടിൽ ആളുകളുണ്ടായി, വേരുകളുണ്ടായി, സംഘടനാ സംവിധാനങ്ങൾ വളർന്നു. നാട്ടിൽ ചുവടുറപ്പിക്കേണ്ടത് പാർട്ടിയുടെ ആവശ്യമായിരുന്നു. പാർട്ടി ശാക്തീകരണത്തിനുള്ള ശ്രമങ്ങളെല്ലാം പള്ളത്ത് കുടുംബത്തിന്റെ ഈ സ്വാധീനത്തിനു മുമ്പിൽ വഴിമുട്ടി നിന്നു. 2013 നവംബർ 20 പാർട്ടി ആ മാർഗതടസ്സങ്ങൾ വെട്ടിമാറ്റി. ഇരട്ട കൊലപാതകത്തിൽ ലീഗിന്റെ പങ്ക് പകൽ വെളിച്ചം പോലെ സ്പഷ്ടമായപ്പോൾ ഊരോ പേരോ വെക്കാതെ പാർട്ടിക്കാർ ഇറക്കിയ 9 പേജ് വരുന്ന ഒരു വിശദീകരണ കുറിപ്പുണ്ട്. ഒട്ടും നിർമ്മാണ വൈഭവമില്ലാത്ത ഒരാളാണ് പാർട്ടിക്ക് വേണ്ടി അത് തയ്യാറാക്കിയത്. അച്ഛൻ പത്തായത്തിൽ കൂടിയില്ല എന്ന തരത്തിൽ എഴുതിയ ഈ കുറിപ്പിൽ 4-5 പേജുകൾ നിറയെ പറയാതെ പറയുന്നത് പള്ളത്ത് കുടുംബത്തിന് കല്ലാംകുഴി പ്രദേശത്തെ സ്വാധീനത്തെയും സ്വീകാര്യതയെയും കുറിച്ചാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പണവും അധ്വാനവും ചെലവഴിക്കാൻ ഈ കുടുംബത്തിന് യാതൊരു വൈമനസ്യവുമില്ല. പാവപ്പെട്ടവരുടെ ചികിത്സയ്ക്കും കുട്ടികളെ കെട്ടിച്ചയക്കാനും ഭവന നിർമ്മാണത്തിനും എന്നുവേണ്ട നന്മയുടെ എല്ലാ വഴികളിലും ഈ കുടുംബം നാട്ടുകാർക്കൊപ്പമുണ്ടായിരുന്നു. പാർട്ടി ആലോചിച്ചുറപ്പിച്ച് ഗ്രൂപ്പും മതവും നോക്കി ഒരുങ്ങി ഇറങ്ങി വരുമ്പോഴേക്കും കുഞ്ഞുഹംസ കാര്യങ്ങൾ നടത്തിക്കഴിഞ്ഞിരിക്കും. രമേശനും രാധികയ്ക്കും മുഹമ്മദിനും അബൂബക്കറിനും സൈനബക്കും പറയാനുള്ളത് ഒരേ സ്വരത്തിലാണ്: ഞങ്ങളുടെ രക്ഷകരെ അവർ കൊന്നു. ഒന്നും ഉറക്കെ പറഞ്ഞുകൂടെ സാറേ, അവന്മാർ ദ്രോഹിക്കും. പറഞ്ഞു വരുമ്പോൾ നാട്ടുകാർക്ക് കണ്ണീരൊടുങ്ങുന്നില്ല. നാട്ടിലെ മസ്ജിദുകൾ, മദ്രസകൾ, മതപരമായ പരിപാടികൾ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ ഇവർ എല്ലാവരുമായും സഹകരിച്ചിരുന്നു. ഒരു വിവേചനവും ആരോടുമില്ല.
പള്ളത്ത് കുടുംബം മുൻകൈയെടുത്താണ് പ്രദേശത്തെ പുല്ലട്ട മസ്ജിദ് പുനർനിർമ്മിച്ചത്. ഉദ്ഘാടന ചടങ്ങിന് വന്ന ലീഗ് നേതാക്കൾ അടക്കമുള്ളവർ പാടിപ്പുകയറ്റിയത് ഈ കുടുംബത്തെയാണ്. അരിപ്പനഴി തുടങ്ങിയ അടുത്ത 2 മഹല്ലുകളിൽ നിന്ന് പോലും മസ്ലഹത്തിനു വേണ്ടി ഇവരെ സമീപിക്കാറുണ്ടായിരുന്നു. ഒരു നാടിന്റെ നട്ടെല്ലാണ് മുസ്ലിം ലീഗ് തകർത്തത്. കല്ലാംകുഴി ഇരട്ടക്കൊലയ്ക്ക് പിന്നിൽ വേറെയുമുണ്ടായിരുന്നു താൽപര്യങ്ങൾ. നാടാകെ മഹല്ലും മസ്ജിദുകളും പിടിച്ചടക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ചേളാരി സമസ്തക്കാരായിരുന്നു ഈ താൽപര്യക്കാർ. കൊല ചെയ്യപ്പെട്ട സഹോദരങ്ങളുടെ പിതാവ് മുഹമ്മദ് ഹാജി ദാനം ചെയ്ത ഭൂമിയിലാണ് മഹല്ല് ജുമാ മസ്ജിദ് നിലകൊള്ളുന്നത്. പണ്ഡിതനും സ്വാത്വികനുമായ ഹാജി മരിക്കുന്നതുവരെ മുത്തവല്ലിയായിരുന്നു. രോഗബാധിതനായി ചുമതലകൾ നിർവഹിക്കാൻ കഴിയാതാകുന്നതുവരെ ദീർഘകാലം മഹല്ല് സെക്രട്ടറിയും അദ്ദേഹമായിരുന്നു. സ്വാഭാവികമായും മക്കൾക്കും കുടുംബത്തിനും മഹല്ലിലെ ദീനീ സ്ഥാപനങ്ങളിൽ ഒരു മേൽക്കൈയുണ്ടായിരുന്നു. സമസ്തയിൽ പ്രശ്നങ്ങളുണ്ടായ 1989 കാലം മുതൽ മഹല്ലിൽ ഇരുവിഭാഗവും സജീവമായിരുന്നെങ്കിലും തർക്കങ്ങളും വഴക്കുകളും ഒഴിവാക്കാൻ ഈ കുടുംബം അതീവ ശ്രദ്ധ കാണിച്ചിരുന്നു. ഇരുപക്ഷവും സംഘടനാ പരിപാടികൾ നടത്തിയിരുന്നത് പരസ്പരം സഹകരിച്ചായിരുന്നു. മഹല്ലിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പൊതുസ്വത്തായി ദീനീ സ്ഥാപനങ്ങൾ നിലനിർത്താനാണ് സുന്നിപക്ഷം ശ്രദ്ധിച്ചു പോന്നത്. പുതിയ പിടിച്ചടക്കൽ പദ്ധതി മഹല്ലിൽ പ്രശ്നങ്ങളുണ്ടാക്കി. തണൽ എന്ന പേരിൽ ഒരു പണപ്പിരിവ് സംഘടന മസ്ജിദിനകത്ത് തന്നെ പാർട്ടി പിരിവ് നടത്താൻ വാശി പിടിച്ചതാണ് പ്രശ്നമായത്. മസ്ജിദിന് പുറത്ത് ആർക്കും പിരിവ് നടത്താം, താൽപര്യമുള്ളവർക്ക് അതിനോട് സഹകരിക്കാം. അകത്ത് ഇരുവിഭാഗത്തിന്റെയും പിരിവ് വേണ്ട, ഇതായിരുന്നു പൊതുജന താൽപര്യം. ഒരു അനുരജ്ഞനത്തിന് വഴങ്ങാതെ മറുപക്ഷം ബലം പ്രയോഗിച്ച് പണപ്പിരിവ് നടത്താൻ ഒരുമ്പെട്ടപ്പോൾ പ്രശ്നപരിഹാരത്തിന് നിയമത്തിന്റെ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതായി വന്നു. അങ്ങനെയാണ് പണപ്പിരിവിനെതിരെ കുഞ്ഞുഹംസ വഖഫ് ട്രിബ്യൂണലിൽ നിന്ന് വിധി സമ്പാദിച്ചത്. ഇരട്ടക്കൊലയിലേക്ക് നയിച്ച സംഭവ വികാസങ്ങളിൽ ചേളാരി സമസ്തയുടെ പങ്കും വ്യക്തമാണ്. മുസ്ലിം ലീഗ് ഉയർത്തിയ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ നേരിടാൻ മറുരാഷ്ട്രീയം തന്നെ വേണമെന്നായപ്പോഴാണ് സ്വാഭാവികമായും പലരും ഇടതുപക്ഷ സംഘടനകളിൽ അഭയം തേടേണ്ടതായി വന്നത്. ലീഗ് വിളിച്ചുവരുത്തിയതായിരുന്നു ഈ പ്രതിസന്ധി. ഇതോടെ പ്രദേശത്ത് ലീഗ് വിരുദ്ധ ചേരിയെ എന്തു വില കൊടുത്തും ഇല്ലാതാക്കുക എന്ന ഫാസിസ്റ്റ് രീതി നടപ്പിലാക്കാൻ ഗൂഢാലോചനകൾ നടന്നു. എല്ലാ തലങ്ങളിലും ലീഗ് വിരുദ്ധ മറുപക്ഷത്തിന്റെ കേന്ദ്രബിന്ദു പള്ളത്ത് തറവാടാണെന്ന് കണ്ടെത്തി. 2013 നവംബർ 20 നടപ്പാക്കിയത് എല്ലാ എതിർശബ്ദങ്ങളും ഇല്ലാതാക്കാനുള്ള ഉന്മൂലന പദ്ധതിയാണ്. സൌഹൃദത്തിന്റെ സാധ്യതകൾ തേടി അബ്ദുള്ളക്കോയുമായി ബന്ധപ്പെട്ടപ്പോൾ 3 ദിവസം കഴിഞ്ഞ് ചർച്ചയാകാം എന്നായിരുന്നു മറുപടി. ആ 3-ാം ദിവസമാണ് കുഞ്ഞുഹംസയും നൂറുദ്ദീനും നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരാപത്ശങ്കയുമില്ലാതെ ലീഗ് നേതാവിന്റെ വീട്ടിലേക്ക് ചെന്നത്. നൂറുദ്ദീന് സ്വന്തം ജീപ്പിലും കുഞ്ഞുഹംസ ഒരു പ്രവർത്തകന്റെ ബൈക്കിന് പിന്നിലുമാണ് പുറപ്പെട്ടത്. അനുജന്മാർ ചർച്ചയ്ക്ക് പോയതറിഞ്ഞ് കാര്യമറിയാൻ പിന്നാലെ ചെന്നതാണ് കുഞ്ഞു മുഹമ്മദ്. രാത്രി 9:30 മണി. വൈദ്യുതി വിച്ഛേദിച്ചിരിക്കുന്നു. 3 പേരും ചെന്നുപെട്ടത് അബ്ദുള്ളക്കോയയുടെ വീട്ടുപരിസരത്ത് പതിയിരുന്ന കൊലയാളി സംഘത്തിന്റെ വലയിലാണ്. ഇതൊരു വഞ്ചനയായിരുന്നു. ഇതിനു പിന്നിൽ ഉന്നതതല ഗൂഢാലോചന നടന്നിട്ടുണ്ട്. കൃത്യമായ ആസൂത്രണം നടന്നിട്ടുണ്ട്. വൻതോതിൽ പണം ഇറങ്ങിയിട്ടുണ്ട്. കല്ലാംകുഴിയിലും കാഞ്ഞിരപ്പുഴയിലും മാത്രമല്ല, മണ്ണാർക്കാട്ടെയും അതിനു പുറത്തെയും ലീഗ് നേതൃത്വങ്ങൾക്ക് അറിവും പങ്കുമില്ലാതെ ഈ അരുംകൊല നടക്കില്ലെന്ന് നാട്ടുകാർ ഉറപ്പിച്ചു പറയുന്നു. എങ്ങനെയാണ് MLA ഇടപെടാൻ കഴിയുമെന്ന് പറഞ്ഞാൽ മണ്ണാർക്കാട് ഫായിദ ബസീർ ഒന്ന് MLA ഒരു വലങ്കയ്യ, ഒന്ന് ഇപ്പൊ ഈ പറഞ്ഞ ഈ ലങ്കട നീ ഞങ്ങള് ലങ്കടാന്ന് പറയാം, ഒരു ഗുണ്ടിയ ഇവിടെ കുരൂരുകാരനാ. ഇവരൊക്കെ ഇതിൽ ഭാഗപാത്രങ്ങൾ. ഇവരൊക്കെ കേരളത്തിലാണ് ഈ MLA സംസ്കൃതി ഇവിടെ വന്നത്. ഈ ലീഗിന്റെ അണികളിൽ നേതാക്കന്മാർ ഇവരെ നേതാക്കന്മാർ. പക്ഷെ മറ്റുള്ള നേതൃത്വ ഉത്തരവാദിത്വത്തോട് കൂടിയാണ് ഇവരെ 100% ഇതിലേക്ക് ഇറങ്ങിയിട്ടില്ലേ. അല്ലെങ്കിൽ ഒരാളെ ഉന്താനടക്കം ഒരു കഴിയില്ല. അപ്പൊ ഇല്ലാതെ നമ്മളെങ്ങനെ പറയാ. പിന്നെ മണ്ണാർക്കാട് പോലീസ് മണ്ണാർക്കാട് MLA കെയറോപ്പില്ലതാ, അത് കോങ്ങാട് MLA കെയറോപ്പില്ല അല്ല. മനസ്സിലേ, ഈ കേസ് റേസ് ചെയ്തിട്ട് മണ്ണാർക്കാട് പോലീസാ, കോങ്ങാട് പോലീസല്ല. സംഭവത്തിന്റെ തലേന്ന് രാത്രി പ്രാദേശിക പാർട്ടി നേതാവിന്റെ വീട്ടിൽ 40ഓളം പേർ പങ്കെടുത്ത രഹസ്യയോഗം നടന്നതായി പിന്നീട് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. കുഞ്ഞുഹംസയും നൂറുദ്ദീനും അബ്ദുള്ളക്കോയുടെ വീട്ടുപരിസരത്തെത്തുമ്പോൾ രാത്രി 9:30 കഴിഞ്ഞിരുന്നു. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരുന്നു. കൊലയാളി സംഘം വാഹനത്തിൽ നിന്ന് പിടിച്ചിറക്കി ആക്രമിച്ചു. മാരകായുധങ്ങൾ ഉപയോഗിച്ച് വെട്ടും കുത്തും തുടങ്ങി. രംഗം കണ്ടുകൊണ്ടാണ് കുഞ്ഞുമുഹമ്മദ് സ്ഥലത്തെത്തുന്നത്. അദ്ദേഹത്തെയും ആക്രമിച്ചു. വടിവാൾ കൊണ്ടുള്ള വെട്ടേറ്റ് അദ്ദേഹം മരിച്ചു എന്നാണ് അക്രമികൾ കരുതിയത്. ശ്രദ്ധ മാറിയപ്പോൾ തൊട്ടടുത്ത ചായക്കടയുടെ അകത്ത് കയറി അദ്ദേഹം കുഴഞ്ഞു വീണു. മറ്റ് 2 പേർ ജീവനു വേണ്ടി കേണു. ഗുജറാത്ത് കലാപത്തിൽ സംഘപരിവാർ കാബാലികർ കുത്തുബുദ്ദീൻ അൻസാരിയോട് കാണിച്ച ദയ പോലും ലീഗിന്റെ പാർട്ടി കൊലയാളികൾ ഈ മനുഷ്യരോട് കാണിച്ചില്ല.
ഈ ബഹളം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരെ കൊലയാളികൾ ആയുധം വീശി അകറ്റി. ആർക്കും ഒന്നും ചെയ്യാനായില്ല. ഇതിനിടെ കടയിൽ കയറി രക്ഷപ്പെട്ട കുഞ്ഞുമുഹമ്മദിന് നേരെയായി കൊലയാളികളുടെ ശ്രദ്ധ. കടയുടമ വാതിൽ തുറക്കാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ ആ ശ്രമം വിഫലമായി. വീണ്ടും റോഡിലേക്കിറങ്ങുമ്പോഴാണ് പാതി പ്രാണനുമായി നൂറുദ്ദീൻ വലിഞ്ഞിഴഞ്ഞ് അടുത്ത വീട്ടുപടിക്കലെത്തി ദാഹജലത്തിന് കേഴുന്നത് കണ്ടത്. തിരിച്ചുവന്ന സംഘം നൂറുദ്ദീനെ റോഡിലേക്ക് തന്നെ വലിച്ചിഴച്ച് വെള്ളം ചോദിച്ചതിന് ഒരാൾ കവച്ചുനിന്ന് വായിൽ മൂത്രമൊഴിച്ചു കൊടുത്തു. പിന്നെ ഇരുമ്പ് ദണ്ടുകൊണ്ട് വായും മുഖവും അടിച്ചു തകർത്തു. നൂറുദ്ദീൻ അവിടെ തന്നെ മരിച്ചു വീണു. എന്നിട്ടും കൊലയാളികളുടെ കലി അടങ്ങിയില്ല. മയ്യത്തിനെ അടുത്ത വീടിന്റെ പിൻവശത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി ഭേദ്യം ചെയ്തു. കണ്ണുകൾ ചൂഴ്ന്നു, കഴുത്തറുത്തു, മുഖം വികൃതമാക്കി, കൈകാലുകൾ വെട്ടിനുറുക്കി. പോലീസ് എത്തുന്നു എന്നറിഞ്ഞപ്പോഴാണ് കൊലയാളികൾ പിന്തിരിഞ്ഞത്. കുഞ്ഞു ഹംസയെ നാട്ടുകാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി വഴിയിൽ അദ്ദേഹം മരിച്ചു. കുഞ്ഞു മുഹമ്മദിന് ജീവൻ തിരിച്ചുകിട്ടി. നൂറുദ്ദീന് എന്ത് സംഭവിച്ചു എന്ന് നിശ്ചയമില്ലായിരുന്നു. പോലീസ് വന്ന് വളരെ നേരം തിരഞ്ഞാണ് ഇരുട്ടിൽ നിന്ന് വികൃതമായ മയ്യത്ത് കണ്ടുകിട്ടിയത്. കണ്ണീരുണങ്ങാത്ത കല്ലാംകുഴിയുടെ മനസ്സ് തൊട്ടറിഞ്ഞ് രക്തക്കറയുടെ മണം മാറിയിട്ടില്ലാത്ത കരങ്ങളെ പരാജയപ്പെടുത്തണമെന്നാണ് മണ്ണാർക്കാട്ടെ സമൂഹം ആഗ്രഹിക്കുന്നത്. മണ്ണാർക്കാട്ട് ഇനിയും മുസ്ലിം ലീഗ് ഭരണത്തിലേറിയാൽ പച്ച ഫാസിസം ഇനിയും ആവർത്തിക്കുമെന്നാണ് മണ്ണാർക്കാട്ടെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കെതിരെ വ്യാജവാർത്ത. ചേളാരി പത്രത്തിനെതിരെ നിയമ നടപടി. നിയമസഭാ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളിൽ 202 കോടിപതികൾ, 311 ക്രിമിനലുകൾ. സൊമാലിയ പരാമർശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. നരേന്ദ്രമോദിയുടെ സൊമാലിയ പരാമർശം. BJPക്ക് വോട്ട് ചെയ്യരുതെന്ന് ശിവസേന. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.